സന്യാസ ആശ്രമം കൈക്കലാക്കാൻ സംഘപരിവാർ ശ്രമം തടഞ്ഞ സന്യാസിയെ ക്രൂരമായി ആക്രമിച്ചു. കൊല്ലം കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമത്തിലെ സ്വാമി രാമാനന്ദ ഭാരതിയാണ് ആക്രമിച്ചത്. ഭൂമാഫിയ സംഘമാണ് പിന്നിലെന്ന് മന്ത്രി ഗണേഷ് കുമാർ. തെളിവ് പോലീസിന് കൈമാറി. രാജ്കുമാർ ചേരുന്നു. അതെ, ഈ 150 ഏറെ വർഷം പഴക്കമുള്ളതാണ് ഈ നമ്മുടെ കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമം. അവിടെ സദാനന്ദ സ്വാമികളായിരുന്നു ആ മഠം സ്ഥാപിച്ചത്. അത് ജാതിമത വ്യത്യാസമില്ലാതെ ആർക്കും കടന്നു ചെല്ലാവുന്ന ഒരിടം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിലവിലുള്ള സ്വാമി, അദ്ദേഹത്തിന് പ്രായം 88ആയി. അപ്പോൾ സ്വാഭാവികമായിട്ടും പിൻഗാമിയെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ആ പിൻഗാമി എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഒരുപക്ഷെ സംഘപരിവാറിന് ബന്ധമുള്ള അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത് കൊണ്ടാകണം ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയെ അവിടെ കൊണ്ടുവരികയും അവിടെ ദീക്ഷ സ്വീകരിച്ചു എന്ന് അവിടെ അവർ അവകാശപ്പെടുകയും അനിൽ എന്ന വ്യക്തി, അദ്ദേഹം മുമ്പ് കൊല്ലം ചെങ്കോട്ട സമീപത്ത് ഒരു ബാറിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളിയാണെന്ന് പറയുന്നു. അവിടെ ഇതിൻ്റെ കിച്ചണിൽ ജോലി ചെയ്തിരുന്ന ഒരു പാചകത്തൊഴിലാളിയായിരുന്നെന്ന് പറയുന്നു. അദ്ദേഹം ചിക്കൻ മറ്റും കുക്ക് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്താണ് ഇപ്പോൾ അമൃത ആനന്ദ ഭാരതി എന്ന ഒരു പേർ നൽകി ആശ്രമത്തിൽ എത്തിച്ചതായിട്ടും ആരോപണമുണ്ട്. അതിന്ന് മന്ത്രി ഗണേഷ് കുമാർ തന്നെ പറയുകയും ചെയ്തു. ഇന്ന് മന്ത്രി ഗണേഷ് കുമാർ ഇന്ന് ഈ മഠത്തിൽ എത്തി അദ്ദേഹം ആ സന്ദർശനം നടത്തിയതിനു ശേഷം ഇതിൽ പ്രധാന സ്വാമി താമസിച്ചിരുന്ന ആ സ്ഥലത്തേക്ക് എത്തുകയും അവിടെ ഈ താങ്കളുടെ പേരെന്താണെന്ന് ഈ അനിലിനെ നോക്കി ചോദിച്ചു. നിങ്ങളുടെ പേര് അനിലല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതേ എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ നാമമാണ് അമൃതാനന്ദ ഭാരതി എന്ന് അദ്ദേഹം മറുപടി നൽകി. ഒരു ഗായത്രി മന്ത്രമെങ്കിലും നിങ്ങൾക്ക് ഉരുവിടാൻ അറിയുമോ എന്ന് മന്ത്രി ചോദിച്ചപ്പോൾ അത് ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ, താങ്കളോട് പറയേണ്ട കാര്യമില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. എന്തായാലും മന്ത്രി അതിനുള്ള മറുപടി താമസിയാതെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പോലീസ് അതിപ്പോൾ അന്വേഷിക്കുന്നുണ്ട് എന്നുകൂടി പറഞ്ഞിട്ടാണ് മന്ത്രി അവിടെ നിന്ന് മടങ്ങി. അതേസമയം മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഗുരുതരമായ ചില ആരോപണങ്ങൾ, ഇത് ഒരു ഭൂമാഫിയ സംഘം ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ ആശ്രമത്തിൻ്റെ 220 ഏക്കറോളം വരുന്ന ഭൂമി തട്ടിയെടുക്കാനാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 10ഓളം അപരിചിതരെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട്. ഇത് ഗുണ്ടകളാണ് എന്നുകൂടി മന്ത്രി ആരോപിച്ചു. ഒപ്പം തന്നെ പ്രധാന മഠാധിപതി, അദ്ദേഹത്തെ ഒരു അപായപ്പെടുത്താനുള്ള നീക്കമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അപായപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ആളാൻ തീരുമാനിക്കാൻ കൂടിയാകണം ഇങ്ങനെ ചില നീക്കങ്ങളെന്ന് ഈ മന്ത്രി ഗണേഷ് കുമാർ ആശങ്ക പ്രകടിപ്പിച്ചു. ഒപ്പം തന്നെ ഒരു ശബ്ദരേഖ, ഒരു ഫോൺ സംഭാഷണം അദ്ദേഹത്തിന് കിട്ടി. ആ ഫോൺ സംഭാഷണം അദ്ദേഹത്തിന് തപാലിൽ ലഭിച്ചതായിട്ടാണ് മന്ത്രി പറയുന്നത്. അതിൽ ആ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് ഏത് വിധേനയും മുഖ്യ മഠാധിപതി അദ്ദേഹത്തെ ഏതെങ്കിലും ഹണി ട്രാപ്പ് അതുപോലെ എന്തെങ്കിലും ഒരു കെണിയിൽ പെടുത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം നടക്കും എന്ന നിലയിലാണ് അദ്ദേഹം ഇതൊക്കെ ഇപ്പോൾ ഈ മന്ത്രി ഗണേഷ് കുമാർ എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് സംബന്ധിച്ച ശബ്ദരേഖ തെളിവ് അത് പോലീസിന് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. കൊട്ടാരക്കര DSP അതുപോലെ CI ഉൾപ്പെടെയുള്ള അവിടുത്തെ വലിയ ആശ്രമമാണ്, ഒരുപാട് ഭൂസ്വത്തുള്ള ആശ്രമമാണ്. അത് കൈക്കലാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്.